ഇവിടുത്തെ ഭരണം UDF-ന്. പിണറായി എത്ര ദിവാസ്വപ്നം കണ്ടാലും മൂന്നാം പിണറായി സർക്കാരോ മൂന്നാം LDF സർക്കാരോ കേരളത്തിൽ ഉണ്ടാവില്ല. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്. UDF-ന്റെ ഭരണ തുടർച്ച ഉറപ്പിക്കാവോ? എന്നാ സോമം മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമം പിള്ളയ്ക്ക് ചെരക്കാൻ. പതിവില്ലാത്ത വിധം കെട്ടുറപ്പോടെ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടും പിണറായി വിജയന്റെ ശക്തമായ തരംഗത്തിൽ ആടിയുലഞ്ഞുപോയ പ്രതിപക്ഷത്തിന്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. തവനൂരിൽ 644 വോട്ടുകൾക്ക് KT ജലീൽ മുന്നിൽ. ഇതാദ്യമായാണ് KT ജലീൽ ലീഡ് എടുക്കുന്നത്. KT ജലീൽ ഇനി എന്താണുള്ള പഞ്ചായത്തുകൾ ഇടതു മുന്നണിയുടേത് എന്ന സൂചന കൂടി നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ KT ജലീലിന്റെ ആത്മവിശ്വാസം നമ്മൾ സമ്മതിക്കണം. അവസാന നിമിഷം വരെയും പോരാടി ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിൽ ഇടതു മുന്നണിക്ക് മേധാവിത്വമുള്ള പഞ്ചായത്തുകൾ ഇപ്പോൾ എണ്ണുമ്പോൾ KT ജലീൽ 644 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. കേരളത്തിൽ BJP വൈറ്റ് വാഷ് ലീഡ് ചെയ്യുന്ന വാർത്ത. നേമത്ത് 2500-ലധികം വോട്ടുകൾക്ക് നേമത്ത് ശിവൻകുട്ടി ലീഡ് ചെയ്യുന്ന വാർത്തയാണ്. കേരളത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു BJP-യുടേത്. അക്കൗണ്ട് പൂട്ടിയിരിക്കുന്നു കേരളത്തിൽ BJP എന്ന വാർത്ത. കേരളത്തിൽ കോൺഗ്രസ് ലീഗിനേക്കാൾ കുറഞ്ഞ പാർട്ടിയായി മാറുമോ എന്ന രാഷ്ട്രീയ ചോദ്യം ഉയരുന്നു ഈ വാർത്താ പകലിൽ. 99 സീറ്റിൽ KT ജലീലിന്റെ കൂടെ വന്നപ്പോൾ 99 സുവർണ്ണ 99ലേക്ക് എത്തിയിരിക്കുന്നു. 100ലേക്ക് ഒരക്കം കൂടി ബാക്കി. കുന്നത്ത് നാട്ടിൽ LDF-ന്റെ ലീഡ് 1766 വോട്ടിന്റെ ലീഡ്. വളരെ പ്രധാനപ്പെട്ട ലീഡാണ്. അവസാന റൗണ്ടുകളിലേക്ക് കടക്കുകയാണ്. ത്രികോണ മത്സരം നടക്കുമ്പോൾ 1766 വോട്ട് ശ്രീജിന് ലീഡുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ടതാണ്. മണ്ഡലം ഇടതുമുന്നണി പിടിക്കാനുള്ള സാധ്യത ഏറുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പിച്ചിരിക്കുന്നു ശിവൻകുട്ടി. തവനൂരിൽ നിലവിൽ KT ജലീൽ 600-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 664. പക്ഷേ കനത്ത പോരാട്ടമാണ്. KT ജലീലിന് അഡ്വാൻറ്റേജ് KT ജലീലിന് അഡ്വാൻറ്റേജ് ആണ് ഈ ഘട്ടത്തിലുള്ളത്. തവനൂരിലെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. 99 സീറ്റുകളിൽ LDF-ന്റെ ശക്തമായ നേരിട്ടം നടക്കുന്ന മണ്ഡലമായി മാറുന്നു കേരളം മുഴുവൻ ഇടതു തരൻ. കേരളത്തിൽ മഞ്ചേശ്വരത്തും ഭൂമിയിലും പറന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ മാടകയും നഷ്ടപ്പെട്ടിരിക്കുന്നു. നേമത്ത് 12 റൗണ്ട് പൂർത്തിയായപ്പോൾ 2025 വോട്ടിന് ശിവൻകുട്ടി ലീഡ് തുടരുകയാണ്. 2025 വോട്ടിന് ശിവൻകുട്ടി നേമത്ത് ലീഡ് തുടരുന്നു. ഇപ്പോൾ VV രാജേഷ് വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന്റെ ലീഡ് 15,000-ലേക്ക് എത്തുന്നു. VV രാജേഷ് രണ്ടാമത്. അവിടെ ശ്രീധരന്റെ ലീഡ് 4,500-ആയി കുറയുകയും ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. തൃത്താല MV രാജേഷ് തിരിച്ചുപിടിച്ചിരിക്കുന്നു. VT ബൽറാം പരാജയം സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മാന്യമായി വിടവാങ്ങുന്നു. PV അൻവർ ഇപ്പോൾ MV രാജേഷിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മണ്ഡലത്തിലെ വിജയം തൃത്താലയുടേതായിരുന്നു. 560 വോട്ടിന് അബ്ദുറഹ്മാൻ മുന്നിലായിരിക്കുന്നു. ലീഗിന് പിന്നിൽ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്ന ചോദ്യം. രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമോ? കേരളത്തിലെ KPCC നേതൃത്വം ഏറ്റെടുക്കുമോ? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുമോ എന്നതാണ് ചോദ്യം. പതിവില്ലാത്ത വിധം കെട്ടുറപ്പോടെ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടും പിണറായി വിജയന്റെ ശക്തമായ തരംഗത്തിൽ ആടിയുലഞ്ഞുപോയ പ്രതിപക്ഷത്തിന്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തൃശൂർ ആൻഡ് നേമം. കേരളത്തിൽ നിന്നും അടുത്ത മിസോറാം ഗവർണറെ പോകാൻ സാധ്യതയുള്ളതാര്? ഒട്ടും ക്ലാസിക്കലല്ല, ഭയങ്കര പറമ്പിൽ പാട്ടും പാടി ആരും ജയിക്കില്ലെന്ന് ഉറപ്പ്. 2 പഞ്ചായത്തുകളെ ആശ്രയിച്ചു നിൽക്കും തവനൂരിന്റെ യുക്തി. തവനൂർ ആർക്കൊപ്പം? KT ജലീലിനോടൊപ്പമോ ഫിറോസ് കുന്നം പറമ്പിലിനോടൊപ്പമോ? നന്മമരത്തിന്റെ കൊമ്പ് താഴ്ത്താൻ KT ജലീലിന് 2 പഞ്ചായത്തിന്റെ കരുത്തു മാത്രം. തവനൂർ ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണ്. ജലീൽ ഇപ്പോൾ 100 വോട്ടിനാണ് പിന്നിൽ. ഇനി എണ്ണാനുള്ളത് സ്വാധീനമുള്ള പുറത്തൂർ പഞ്ചായത്ത്. അത് LDF-ന് സ്വാധീനമുള്ള പഞ്ചായത്താണ്. KT ജലീൽ വിജയിച്ച മണ്ഡലങ്ങളോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഫോട്ടോ ഫിനിഷ് മണ്ഡലമായി തവനൂർ മാറുന്നു. ഫിറോസ് 100 വോട്ടുകൾക്ക് പിന്നിൽ, KT ജലീൽ 100 വോട്ടുകൾക്ക് മാത്രം പിന്നിൽ. പുറത്തൂർ പഞ്ചായത്ത്